രേഖകളനുസരിച്ച് BC 2333 ആണ് കൊറിയ രാജ്യം സ്ഥാപിതമായത്. പ്രഭാതശാന്തിയുടെ നാട് എന്നർത്ഥം വരുന്ന ജോസോൺ എന്നായിരുന്നു കൊറിയ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ് ആയിരുന്നു ജോസോണിൻ്റെ തലസ്ഥാനം. BC 1-ാം നൂറ്റാണ്ടിൽ ജോസോണിൻ്റെ സ്ഥാനത്ത് ഗോഗുറിയോ, സില്ല, ബാഗ്ചി എന്നിങ്ങനെ 3 രാജ്യങ്ങൾ ഉയർന്നു വന്നു. ത്രിരാഷ്ട്രങ്ങൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. CE 7-ാം നൂറ്റാണ്ടിൽ സില്ല രാജ്യം മറ്റു രാജ്യങ്ങളെ കീഴടക്കി ഒരു ഏകീകൃത രാഷ്ട്രം സ്ഥാപിച്ചു. പിൽക്കാലത്ത് സില്ലയിലെ ഭരണകർത്താക്കൾ അധികാരത്തിനായി മത്സരിക്കുകയും തുടർന്ന് വാങ്കോൺ എന്ന സൈന്യാധിപൻ ഗോറിയോ എന്ന പുതിയ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് കൊറിയ എന്ന പേരുണ്ടായത്. 13-ാം നൂറ്റാണ്ടിൽ ഗോറിയോ രാജ്യം നിരവധി ആക്രമണങ്ങൾക്ക് വിധേയമായി. ജാപ്പനീസ് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തോടുകൂടി ഗോറിയോ രാജ്യം ദുർബലമാവുകയും 1392-ൽ ജോസോൺ രാജവംശം ഗോറിയോയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. 1392 മുതൽ 1910 വരെ ഈ കുടുംബമാണ് ജോസോൺ രാജവംശത്തെ നയിച്ചത്. ചൈനീസ് കൺഫ്യൂഷൻ മതനിയമങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഭരണം നടത്തിയത്. 1394-ൽ അവർ രാജ്യതലസ്ഥാനം സിയോൾ നഗരത്തിലേക്ക് മാറ്റി. അതുവരെ ചൈനീസ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് കൊറിയൻ ഭാഷ എഴുതിയിരുന്ന രാജ്യത്ത് സെജോങ് രാജാവിൻ്റെ ഭരണകാലത്ത് കൊറിയൻ ഭാഷയ്ക്ക് പുതിയ ലിപി രൂപീകരിച്ചു. 1592-98 കാലത്ത് ജപ്പാൻ പലതവണ കൊറിയയെ ആക്രമിച്ചു. തകർച്ച നേരിട്ടെങ്കിലും ജപ്പാന്റെ അധിനിവേശത്തെ കൊറിയ ചെറുത്തുനിന്നു. എന്നാൽ 1627-1636 കാലയളവിലുണ്ടായ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ക്യുങ് രാജവംശത്തിന് കപ്പം കൊടുക്കാൻ കൊറിയ നിർബന്ധിതമായി. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ കൊറിയയിൽ താൽപ്പര്യം കാണിച്ച അമേരിക്ക 1871-ൽ കൊറിയയെ ആക്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1894-95 കാലത്ത് ചൈനയെയും 1904-1905 കാലത്ത് റഷ്യയെയും പരാജയപ്പെടുത്തിയ ജപ്പാൻ 1907 ജൂലൈ 25-ന് കൊറിയയെ തങ്ങളുടെ അധീനതയിലാക്കുകയും 1910-ൽ കൊറിയയെ ജപ്പാന്റെ കോളനിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് കൊറിയയിലെ അവസാന രാജാവായിരുന്ന ഗോജോജിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നാഷണലിസ്റ്റ് റാഡിക്കൽ ഗ്രൂപ്പുകൾ പോരാടിയെങ്കിലും വിജയിക്കാതെ വരികയും 35 വർഷത്തോളം കൊറിയ ജപ്പാന്റെ നിയന്ത്രണത്തിൽ കഴിയുകയും ചെയ്തു. തുടർന്ന് 1943 നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, ചൈനീസ് നേതാവ് ചിയാങ് യങ് ഷേക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ കെയ്റോ സമ്മേളനം നടക്കപ്പെടുകയും ജപ്പാൻ ബലമായി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 1945-ൽ ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക നടത്തിയ അണുബോംബ് വർഷത്തിന്റെയും തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിൻ്റെയും അവസരം പ്രയോജനപ്പെടുത്തി അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൊറിയ ഉൾപ്പെടെയുള്ള ജാപ്പനീസ് പ്രദേശങ്ങൾ കീഴടക്കി. കൊറിയയുടെ ഉത്തരഭാഗം സോവിയറ്റ് യൂണിയനും ദക്ഷിണഭാഗം അമേരിക്കയും സ്വന്തമാക്കി. തുടർന്ന് ഏകീകൃത കൊറിയ എന്ന ലക്ഷ്യവുമായി 1946-47 കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടു. ജനങ്ങളുടെ ശക്തമായ എതിർപ്പുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധവും കൊറിയൻ വിഭജനത്തെ ശക്തിപ്പെടുത്തി. 1948-ൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ദക്ഷിണ കൊറിയയിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും റിപ്പബ്ലിക് ഓഫ് കൊറിയ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള കൊറിയൻ ഭാഗം ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു.